നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 36 മലയാളി യുവാക്കൾ തൊഴിൽ തട്ടിപ്പിനിരയായി ഷാർജയിൽ ഭക്ഷണം പോലുമില്ലാതെ കഴിയുന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ 36 പേരാണ് സാമൂഹിക പ്രവർത്തകരുടെ കരുണയിൽ ജീവിക്കുന്നത്. ആലുവ അത്താണി സ്വദേശി മുഹമ്മദ് സനീർ പാക്കിംഗ്, അക്കൗണ്ടന്റ് തുടങ്ങിയ തസ്തികയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇവരെ UAE-യിൽ എത്തിച്ചത്. 65,000 മുതൽ 1.25 ലക്ഷം രൂപ വരെയാണ് പലരും നൽകിയത്. കഴിഞ്ഞ 17 വർഷമായി ഷാർജയിലുള്ള നൌഷാദ് ഖാൻ പാറയിൽ നമ്മോടൊപ്പമുണ്ട്. IMCയുടെ മുൻ ജനറൽ സെക്രട്ടറിയും അനന്തപുരി പ്രവാസി കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറിയുമാണ് ഖാൻ പാറയിൽ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ ഖാൻ പാറയിൽ കഴിഞ്ഞ 17 വർഷമായി UAE ഷാർജയിൽ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് ഷാർജയിൽ ഒരു സ്പെയർ പാർട്സ് സ്ഥാപനം നടത്തി വരുന്നു. ഞാൻ സാമൂഹിക പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 17 വർഷമായി UAE സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ പ്രവാസി സംഘടനയായ IMCCയുടെ മുൻ UAE ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാരുടെ UAE-യിലുള്ള ഒരു കൂട്ടായ്മയുണ്ട്. 1000-ൽ അധികം അംഗങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ UAE-യിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അനന്തപുരി പ്രവാസി കൂട്ടായ്മ. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഷാർജയിലാണ് താമസം. ഫാമിലിയും 2 കുട്ടികളും ഇവിടെ എന്നോടൊപ്പം ഉണ്ട്. ഇവിടെ UAE-യിൽ നാട്ടിൽ നിന്ന് 1 ലക്ഷവും 1.5 ലക്ഷവും വിസിറ്റ് വിസയ്ക്ക് കൊടുത്ത് ജോലി നേടിക്കൊടുക്കാം എന്ന വാഗ്ദാനത്തിൽ ഇവിടെ വന്ന് കബളിപ്പിക്കപ്പെടുന്ന ആളുകളുടെ, തൊഴിലന്വേഷകരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. ഏതൊരുവിധ മുൻപരിചയവുമില്ലാത്ത ആളുകൾക്ക് തൻ്റെ കിടപ്പാടം പണയം വെച്ചും പലിശയ്ക്ക് പണം കണ്ടെത്തിയും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചും എങ്ങനെയെങ്കിലുമൊക്കെ പൈസ സംഘടിപ്പിച്ച് ഏതെങ്കിലും ഏജൻറ്റിൻ്റെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് പൈസ കൊടുക്കുകയും, എന്നാൽ ഇവിടെ വന്നിട്ട് ജോലി കിട്ടാതെ, വന്ന ഏജൻറ്റിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഇല്ലാതെ ഇവിടെ പാർക്കുകളിലും മറ്റും താമസവും ഭക്ഷണവുമില്ലാതെ ദുരിതം അനുഭവിക്കുന്നവരുടെ എണ്ണവും അവരുടെ കഥകളും ദിനം പ്രതി കൂടി വരികയാണ്. ഏറ്റവും സങ്കടകരമായ വിഷയമെന്ന് പറയുന്നത് ഈ വരുന്ന ആളുകളിലധികവും അഭ്യസ്ത വിദ്യരാണ് എന്നുള്ളതാണ്. നല്ല വിദ്യാഭ്യാസവും നല്ല ആരോഗ്യവും പ്രാപ്തിയും കഴിവുമുള്ള ആളുകൾ, അവർ ഏതൊരു മുൻപരിചയവുമില്ലാത്ത ഏജൻറ്റിൻ്റെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഇങ്ങനെ പൈസ കൊടുത്ത് ഇവിടെ വന്ന് ചതിയിൽപ്പെടുന്ന ആളുകളോട് പറയാനുള്ളത്, ഇവിടെ വിസയ്ക്ക് പൈസ കൊടുത്തിട്ടുള്ളൊരു വിസയും ഇവിടെ UAE-യിലോ അതല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലോ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഏതൊരു കമ്പനിക്കാണോ ഏതൊരു സ്ഥാപനത്തിനാണോ ആവശ്യമുള്ളത്, അവർക്ക് ആവശ്യമുള്ള ആളുകൾ ആ സ്ഥാപനം തന്നെ വിസ കൊടുത്ത് ജോലിക്ക് ആളെ വെക്കുകയാണ് പതിവ്. ഒരു 10-15 വർഷം മുന്നെയാണ് ഇത്തരം ചതിക്കുഴികളിൽ പെടുന്നത് എങ്കിൽ നമുക്ക് പിന്നെയും മനസ്സിലാക്കാം. ഇപ്പോൾ വാർത്താമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ദിനം പ്രതിയുള്ള ഈ ചതിയിൽപ്പെടുന്ന ആളുകളുടെ കഥയും നിരന്തരം കേട്ടിട്ടും അതൊന്നും മുഖവിലക്കെടുക്കാതെ നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെ ഈ ചതിക്കുഴിയിൽപ്പെടുന്നത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ UAE-യിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ ആ സ്ഥാപനത്തെക്കുറിച്ചോ ആ വിസ തരാമെന്ന് പറയുന്ന ആളിനെക്കുറിച്ചോ ഉള്ള കൃത്യമായ വിലയിരുത്തലും ബോധ്യവും നിങ്ങൾക്കുണ്ടായതിനു ശേഷം മാത്രമേ ഇവിടേക്ക് വരാവൂ. ഒരു വിസിറ്റ് വിസയും അവിടെ നിന്ന് വരുന്നതിന് ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് 25,000-30,000 രൂപ മുടക്കി ഒരു വിസിറ്റ് വിസ എടുത്ത് ഇവിടെ വന്ന്
പരിചയക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ തൊഴിൽ കണ്ടെത്തി തരുന്നതിന് അവർ സഹായിക്കും. അങ്ങനെ ഒരു സഹായം കിട്ടാതെ ഒരു പരിചയവുമില്ലാത്ത ആളുകൾക്ക് 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഈ വരുന്ന ഏജൻ്റ് ആ പൈസയും വാങ്ങി അവരവരെ വഴിക്ക് പോവും. ഇവിടെ വന്നിട്ട് ചിലപ്പോൾ അവർ 100 പേരെ കൊണ്ടുവരുമ്പോൾ 1-2 ആളുകൾക്ക് അവരുടെ ഭാഗ്യം കൊണ്ട് ഏതെങ്കിലും ജോലി കിട്ടുക എന്നതൊഴിച്ചാൽ വരുന്ന ആളുകൾ കൈയൊഴിയും. അങ്ങനെ 100 കണക്കിന് കേസുകളാണ് ദിനം പ്രതി നമ്മളെപ്പോലുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വലിയതുറ, അതുപോലെ പൂന്തറ, ആ ഭാഗങ്ങളിൽ നിന്നുള്ള കുറേ ആളുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഷാർജയിൽ വരികയും ഷാർജ പാർക്കിൽ അവർ ഭക്ഷണവും താമസമൊന്നും ഇല്ലാതെ പിന്നെ ദുരിതം അനുഭവിക്കുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് അത്യാവശ്യം അവർക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ അതിലൊരാൾക്ക് നാട്ടിൽ പോകുന്നതിനുള്ള സാഹചര്യമൊക്കെ നമ്മൾ ഒരുക്കുകയുണ്ടായി. പക്ഷെ ഇങ്ങനെ നമുക്ക് എല്ലാ ആളുകളെയും പിന്നെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നമുക്ക് അവരെ സഹായിക്കാൻ നമുക്കും സംഘടനകൾക്കൊക്കെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്നതിന് മുന്നേ ആരാണോ കൊണ്ടുവരുന്നത്, ഏത് സ്ഥാപനത്തിലേക്കാണോ വരുന്നത്, അതിനെക്കുറിച്ച് ഒരു അവയർനെസ് നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.